സരൂട്ട് ഭാരത് നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ സാറ്, ദാരിദ്ര്യ സൂചിക സംബന്ധിച്ചുള്ള സുപ്രധാന വാർത്ത വരികയാണ്. ആ സൂചികയിൽ ഇന്ത്യ വലിയ നിലയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്, പക്ഷെ പാകിസ്ഥാന്റെ കാര്യം വളരെ പരിങ്ങലിലാണെന്നും കേൾക്കുന്നു. എന്താണ് സാർ സംഭവം? ഇക്കഴിഞ്ഞ ദിവസമാണ് ഐക്യരാഷ്ട്രസഭ UN ഹങ്കർ റിപ്പോർട്ട് 2026 ഹങ്കർ റിപ്പോർട്ട് പുറത്തുവിട്ടു. ഈ റിപ്പോർട്ട് 2026 എന്നാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. 2025 വരെയുള്ള കാലഘട്ടത്തിലെ ലോകത്തെ ഈ ദാരിദ്ര്യം, അതല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ശരിയല്ല, അണ്ടർ നറിഷ്ഡ്, പട്ടിണി അല്ല, അത് പട്ടിണി യഥാർത്ഥത്തില് ഈ പലപ്പോഴും നമ്മൾ പറയുന്ന ഈ പട്ടിണി റിപ്പോർട്ടുകൾ പോഷക കുറവ് അടിസ്ഥാനമാക്കിയാണിത്. അതായത് ഇപ്പോ ലോകത്തിൽ ഈ 50 കോടി ജനങ്ങൾ പൂർണ്ണമായിട്ട് പട്ടിണി കിടക്കുന്നു എന്നല്ല, അവർക്ക് വേണ്ടത്ര പോഷകമുള്ള ഭക്ഷണം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് പുറത്തുവിട്ടു. കാരണം റിപ്പോർട്ടിന്റെ പൂർണ്ണ പേര് ഞാൻ പറയാം. സ്റ്റേറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ ഇൻ ദ വേൾഡ് 2026 എന്നാണ് റിപ്പോർട്ടിന്റെ പേര്. അതായത് ഫുഡ് സെക്യൂരിറ്റി, ന്യൂട്രീഷൻ, പോഷകാഹാരമാണ് യഥാർത്ഥത്തിൽ ഈ ഹങ്കർ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ. കാരണം നമ്മുടെ ഒരു 20-25 കൊല്ലം മുമ്പുള്ള ഒരു സങ്കല്പമാണ് പട്ടിണി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വറ്റുപോലും കഴിക്കാനില്ലാത്ത അവസ്ഥ. ലോകത്തിൽ ഇന്ന് അങ്ങനെയുള്ള അവസ്ഥ വളരെ കുറവാണ്. അത് ലോക ജനസംഖ്യയുടെ 1% താഴെ പോലുമുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും വേണ്ട രീതിയിലുള്ള പോഷക ആഹാരം അടങ്ങുന്ന ഭക്ഷണം, അല്ലെങ്കിൽ പാനീയങ്ങൾ, കുടിക്കാനുള്ള പാനീയങ്ങൾ, ഇതൊക്കെ ലഭ്യമല്ലാത്ത, അതുപോലെ തന്നെ നാളെ എങ്ങനെ എന്റെ വയറ് നിറയും എന്നതിനെ കുറിച്ച് ആശങ്കയുള്ള അവിടെ ഒരു ഫുഡ് സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി ഇല്ലാത്ത ഭക്ഷ്യ സുരക്ഷ അത് നമുക്കില്ലെങ്കിൽ നമ്മൾ ഈ റിപ്പോർട്ടിൽ പോവർട്ടി, ആ റിപ്പോർട്ട് നമ്മുടെ ദാരിദ്ര്യമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടും. പുതിയ കാഴ്ചപ്പാടാണ്. അപ്പൊ ആ കാഴ്ചപ്പാട് അനുസരിച്ച് ഇന്ത്യയില് 2004-2006 ഏതാണ്ട് 24.39 കോടി അണ്ടർ നറിഷ്ഡ് ആൾക്കാരുണ്ടായി. അതായത് വേണ്ടത്ര പോഷക ആഹാരം ലഭ്യമല്ലാത്ത അവരുടെ എണ്ണം 24.5 കോടി എന്ന് നമുക്ക് ഒരു പറയാം. അത് 2004-2006 ആ എണ്ണം 2023-25 കാലഘട്ടമായപ്പോഴേക്കും അത് 14.25 കോടിയായിട്ട് കുറഞ്ഞു. അതായത് 10 കോടിയോളം ജനങ്ങൾ ഈ അണ്ടർ നറിഷ്ഡ്, പോഷകാഹാരക്കുറവിൽ നിന്ന് പുറത്തു കിടന്നു. അതൊരു വലിയ നേട്ടം. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാനിലെ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ 2004-06 കാലഘട്ടത്തിൽ ഏതാണ്ട് 3 കോടി ജനങ്ങളാണ് അണ്ടർ നറിഷ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്നത് 4.25 കോടിയായിട്ട് വർദ്ധിച്ചു 2023-25. അപ്പൊ ചില ആൾക്കാർ ചിന്തിക്കാം, ആബ്സല്യൂട്ട് നമ്പേഴ്സ് എണ്ണം എടുത്താല് ഇന്ത്യയിൽ ഇപ്പോഴും 14 കോടിയോളം ഉണ്ട്, പാകിസ്ഥാനിൽ അത് വെറും 4 കോടിയല്ലേ ഉള്ളൂ എന്ന് ചിലർ ചിന്തിക്കാം. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ജനസംഖ്യ 25 കോടിയേ ഉള്ളൂ മൊത്തം. ഇന്ത്യയുടെ ജനസംഖ്യ 145 കോടിയുണ്ട്. അപ്പോ ഈ വലിയ ജനസംഖ്യയാണ് അതിന്റെ കാരണം. അപ്പോ പക്ഷേ മൊത്തം ജനസംഖ്യയുടെ ശതമാനമായിട്ട് എടുക്കുമ്പോൾ പാകിസ്ഥാന് കൂടുതലാണ്. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, ഈ 2006 മുതൽ 25 വരെയുള്ള ഒരു 20 കൊല്ലം കാലയളവിൽ അവിടെ കൂടിയിരിക്കുക 1 കോടിയിലധികം വർദ്ധിച്ചു. ഇന്ത്യയിൽ അത് 10 കോടി കുറഞ്ഞു. അപ്പൊ ഇതിന് മറ്റൊരു ഘടകവും കൂടിയുണ്ട് കണക്കിലെടുക്കേണ്ടത്. ലോകമെമ്പാടുമുള്ള അണ്ടർ നറിഷ്മെന്റ്, പോഷകാഹാരക്കുറവ് കുറഞ്ഞിരിക്കുക. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും, അതായത് UN കണക്ക് പ്രകാരം 2022 ലോക ജനസംഖ്യയുടെ 8.6% പോഷകാഹാരക്കുറവുള്ളവരായി. 2024 ആയപ്പോൾ ആ 8.6 എന്നുള്ളത് 8.1 കുറഞ്ഞു. 2025 കഴിഞ്ഞ വർഷം ആയപ്പോഴേക്കും അത് 7.8 കുറഞ്ഞു. അപ്പോ ലോകം പതുക്കെ ഈ മാൾ നറിഷ്മെന്റിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. പക്ഷേ പാകിസ്ഥാൻ അതിന് വിരുദ്ധമായ ഒരു ട്രെൻഡാണ്. ലോകത്തിൽ ഒരു പ്രതിഭാസം. സംശയം ചോദിച്ചോട്ടെ സാർ?
ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായി നടക്കുന്നു എന്നാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പോഷകാഹാര വിതരണം കൃത്യമായി കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നത് കൊണ്ടാണോ, അതോ ഈ അടിസ്ഥാന വർഗത്തിൽ കൃത്യമായി നമ്മുടെ സർക്കാരിൻ്റെ വിഹിതങ്ങൾ, ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ പോലെയുള്ള ബാങ്കിങ് സംവിധാനം ആയിക്കോട്ടെ, തൊഴിലുറപ്പ് പോലുള്ള വരുമാനം കിട്ടുന്ന പരിപാടികളായിക്കോട്ടെ, ഇത്തരം സാമ്പത്തിക പരിഷ്കാര നടപടികളാണോ, അതോ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി ഫീഡിങ് കൃത്യമായി നടക്കുന്നത് കൊണ്ടാണോ? എന്താണ് സാറിന്റെ നിരീക്ഷണം? എന്താണ്? ഇത് രണ്ടും ഇതിൽ ഘടകങ്ങളാണ്. അപ്പോ ഇപ്പൊ ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കിട്ടുന്ന അന്ത്യോദയ അന്ന യോജന എന്നൊരു പദ്ധതിയുണ്ട്. 35 കിലോ ധാന്യങ്ങൾ. ആ ധാന്യങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ അത് വലിയ പ്രസക്തിയൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ ഇപ്പൊ മറ്റു ചില സംസ്ഥാനങ്ങൾ, നമ്മളിപ്പോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിൽ, യുപിയുടെ കിഴക്കൻ ഭാഗങ്ങൾ, ഒഡീഷയുടെ ഭാഗങ്ങൾ, അതുപോലെ ബംഗാളിന്റെ ഭാഗങ്ങൾ, ഇവിടെയൊക്കെ വലിയ ജനസംഖ്യയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ഈ ഒരു മാസം ഇത്ര കിലോ ധാന്യങ്ങൾ നമുക്ക് ചിലർക്ക് സൗജന്യമായിട്ടും മറ്റു ചിലർക്ക് സൗജന്യ നിരക്കിലും കിട്ടുമ്പോൾ അത് ദാരിദ്ര്യത്തെ മറികടക്കാൻ ഒരു വലിയ സഹായമായി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പാചകം ചെയ്യാനുള്ള ഗ്യാസും യോജന, പാചകം ചെയ്യാനുള്ള ഗ്യാസും അതെ അതെ, അന്ത്യോദയ അന്ന യോജന ഇതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. പിന്നെ ഡയറക്റ്റ് ബെനിഫിഷ്യറി, ഇപ്പോ പ്രേം സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയുടെ പല ഭാഗത്തും സ്ത്രീകൾക്ക് ഒരു എംപവർമെന്റ് കിട്ടി. പലപ്പോഴും പൈസ പുരുഷന്മാരുടെ കയ്യിലേക്ക് പോയാൽ പല സ്ഥലങ്ങളിലും ചിലർ വെള്ളമടിച്ച് കളയുന്നവരുണ്ട്, ചിലര് മറ്റാവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നവർക്ക്, കുടുംബത്തിന് അതിന്റെ ഒരു മുഴുവൻ പ്രയോജനം കിട്ടിയിരുന്നില്ല. പക്ഷെ സ്ത്രീകൾക്ക് തൊഴില് ഉറപ്പ് വരുന്നതോടുകൂടി ഒരു വർഷം 100 എന്നുള്ളത് ഇപ്പൊ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ 120 150 എന്തോ ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ അതിന് പേര് മാറ്റിയിട്ടുണ്ടല്ലോ, വി ബി എന്തോ റാമെന്നോ എന്തോ ഒരു പദ്ധതി അത് പേര് മാറ്റിയിട്ടുണ്ട്. മിനിമം കൂലി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒരു ഘടകം. പിന്നെ അത് കൂടാതെ ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടായ ഒരു വളർച്ച, ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന്, പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, ഡൽഹി മെട്രോപൊളിറ്റൻ സിറ്റി രാജ്യ തലസ്ഥാനം. അവിടെ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് വരെ വീട്ടുജോലിക്ക് ഒരാളിനെ, നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരാള് വന്ന് ജോലി ചെയ്തിട്ട് പോയാൽ അവർക്ക് കിട്ടുന്നത് 300 രൂപയായി ഒരു ദിവസത്തേക്ക്. ഇപ്പം 300 രൂപയ്ക്കൊന്നും ആളിനെ കിട്ടത്തില്ല. ഇപ്പൊ ഏതാണ്ട് 600 രൂപയോളം കൊടുക്കണം. അപ്പം ഒരുപക്ഷെ കേരളത്തിന്റെ ഒക്കെ അടുത്തേക്ക് എത്തി തുടങ്ങി പലയിടം. 600 രൂപ എന്ന് പറയുന്നത് അത്ര മോശം ഒരു തുകയല്ല. അപ്പൊ ഒരു കുടുംബത്തിലെ ഒരംഗം 600 രൂപ ഏൺ ചെയ്യുമ്പോൾ പുരുഷൻ അതിൽ കൂടുതൽ ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം. അപ്പൊ മൊത്തത്തിൽ രാജ്യത്തിലെ സ്ഥിതിഗതി പല സ്ഥലത്തും മാറിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലൊരു രാഷ്ട്രീയമൊന്നുമില്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. പലയിടത്തും ഇപ്പോ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്റെ ചെറുപ്പത്തിൽ കേരളത്തിൽ തന്നെ ദാരിദ്ര്യമുള്ള നിരവധി ആൾക്കാരുണ്ട്. നമ്മളുടെ വീടുകളിലൊക്കെ തന്നെ ഭിക്ഷക്കാരായിട്ട് മലയാളികൾ വരുമായിരുന്നു. പക്ഷെ ഇന്ന് കേരളത്തിൽ ഒരിടത്തും മലയാളികളായിട്ടുള്ള ഭിക്ഷക്കാരെ കാണാനില്ല. ഞാൻ അങ്ങനെ കാണാറില്ല, വളരെ കുറവാണ്. പൈസ ഇല്ലാത്തവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, അങ്ങനെയുണ്ട്. പക്ഷേ ഭിക്ഷ എടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പലപ്പോഴും പല നഗരങ്ങളിലും ഭിക്ഷ എടുക്കുന്നവർ നമ്മളെയൊക്കെ പണക്കാരാണ്. പല ആൾക്കാരും മരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ അവരുടെ ഭാണ്ഡത്തിൽ തന്നെ ഉള്ള ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥ, അതുപോലെ നമ്മുടെ മൊത്തം ഉപയോഗിക്കുന്ന മുട്ട, പാല്, ഇതിന്റെയൊക്കെ അളവെടുത്ത് നോക്കിയാൽ വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പോ ചില ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ നറിഷ്ഡ് റിപ്പോർട്ടിൽ ഈ 14 കോടി ഇന്ത്യക്കാർ വന്നതിന്റെ ഒരു കാരണം, വടക്കേ ഇന്ത്യയിലെ ഒരു നല്ല വിഭാഗം, ഈ 10-20% നല്ല രീതിയിൽ പണമുള്ള ഭക്ഷണം കഴിക്കുന്നവര്, അവർക്ക് മാൾ നറിഷ്മെന്റ് ഉണ്ട്. എന്തെന്നാൽ അവര് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവരാണ്. ഈ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഐക്യരാഷ്ട്രസഭയുടെ വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കണക്കിൽ അവര് അണ്ടർ നറിഷ്ഡ് അല്ല എന്ന് രേഖപ്പെടുത്തണമെങ്കിൽ അവര് ഇത്ര ശതമാനം ധാന്യങ്ങളും മറ്റും പയറ് അതുപോലുള്ളത് കഴിക്കണം. പക്ഷെ പലപ്പോഴും ഇവരിത് കഴിക്കാറില്ല. അത് ചിലരുടെ ഒരു അശ്രദ്ധയായിരിക്കാം, ചിലരുടെ ഈ ബോധമില്ലായ്മ ആയിരിക്കാം. എത്ര പൈസ ഉണ്ടെങ്കിലും ഉണക്കലരിച്ചോറ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അത് അവർക്ക് അവരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്താനുള്ള അവരുടെ ഒരു സങ്കല്പത്തിന്റെ കുഴപ്പമാണ്. അപ്പൊ ഇത്തരം ആൾക്കാരാണ് ഇതിലെ ഒരു നല്ല ശതമാനം എന്ന് പറയുന്നവരും ഉണ്ട്. ഒരുപക്ഷെ ഈ 14 കോടിയുടെ കണക്കെടുത്താൽ
ഒരു 4-5 കോടി ആൾക്കാരെങ്കിലും ഇത്തരം ആൾക്കാരായിരിക്കണം. അപ്പോ പൊതുവെ രാജ്യത്തിന് വന്ന ഒരു പുരോഗതി, ആ പുരോഗതിയും ഇതിലൊരു ഘടകമാണ്. പിന്നെ നമ്മൾ ആദ്യം ചർച്ച ചെയ്തതുപോലെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ പലപ്പോഴും ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റ് ബെനിഫിഷ്യറി, നേരെ നമ്മുടെ പോക്കറ്റിലേക്ക് കാശ് വരുന്ന സ്കീമുകൾ. അതുപോലെ തന്നെ ഈ പറയുന്ന തൊഴിൽ ഉറപ്പ് പോലുള്ള മറ്റ് ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം തന്നെ. പിന്നെ അതുപോലെ റേഷൻ കടകളും മറ്റ് പൊതുവിതരണ സമ്പ്രദായവും വഴി ഒരു നിശ്ചിത അളവ് ധാന്യവും മറ്റ് ഉൽപ്പന്നങ്ങളും ഒക്കെ ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു റേഷൻ സമ്പ്രദായം. കടകളിലൊക്കെ ഇപ്പൊ നല്ല എല്ലാ സംസ്ഥാന സർക്കാരുകളും റേഷൻ കടകളിലൊക്കെ നല്ല ധാന്യങ്ങൾ കിട്ടുന്നുണ്ട്. മോശമല്ല, എഥനോൾ നിർമ്മിക്കാൻ കൊണ്ടുപോവുകയാണല്ലോ. അതുകൊണ്ട് അതിലും പേടിക്കണ്ട. അതെ 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 അതെ. അല്ല, ഞാൻ പറയുന്നത് അത് തീർച്ചയായിട്ടും പഴയകാലം. ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് ധാന്യം വാങ്ങിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നമുക്ക് കിട്ടാൻ അർഹതയുള്ളവർ പോലും പലരും വാങ്ങിക്കുന്നില്ല. കാരണം അവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ബ്രാൻഡഡ് അരി മാത്രം കഴിക്കുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. അത് വെറും, അതായത് ഞാൻ ഈ പറയുന്ന വലിയ കോടീശ്വരന്മാരൊന്നുമല്ല, സാധാരണ വരുമാനമുള്ളവർ തന്നെ. ഇപ്പൊ ചിലര് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ബ്രാൻഡഡ് അരി ആയിരിക്കും കഴിക്കുന്നത്. അങ്ങനെയുള്ളവര് ധാരാളമുണ്ട്. റേഷൻ കടയിൽ പല സാധനവും ചെലവാകാതെ പോകുന്നുണ്ട്. ചില സാധനങ്ങൾക്ക് അതേസമയം റേഷൻ കടയിൽ നല്ല ചെലവുമുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഓരോ പ്രദേശത്തെയും ആശ്രയിച്ചിരിക്കും. ചില പ്രദേശങ്ങളിൽ പിന്നെ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന സ്ഥലം ഇപ്പോഴും കേരളത്തിൽ പോലും ഉണ്ട്. ചിലയിടത്ത് അതില്ല. എന്തായാലും ശരി, ഈ ഒരു കണക്കുകൾ പുറത്തു വരുമ്പോൾ അതിന്റെ ഒരു കാരണത്തിലേക്കൂടെ നമുക്കൊന്ന് കടന്നിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, പാകിസ്ഥാന്, ബാക്കി ലോകത്തിന് മുഴുവൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ഇപ്പൊ ആഫ്രിക്കയ്ക്ക് ഇത് സാധിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പാകിസ്ഥാന് സാധിക്കാത്തത്? നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഞാനത് ആദ്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. $87 ആയിരുന്നു ഇന്ത്യയിലെ പെർ ക്യാപിറ്റ GDP, അതൊരു വ്യക്തിയുടെ വരുമാനം. പാകിസ്ഥാനിൽ അത് അന്ന് 88. ഇന്ത്യക്കാ $1 കൂടുതൽ. അത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത്. 1983 ഇന്ദിരാഗാന്ധി, 83-84 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാകിസ്ഥാന്റെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് $584 ആയിട്ട് കൂടി. ഇന്ത്യയുടേത് വെറും $278. അപ്പോ ഇന്ത്യയുടെ ഇരട്ടിയോളം പെർ ക്യാപിറ്റ GDP അന്ന് പാകിസ്ഥാനുണ്ടായി. പക്ഷെ ഈ 2024 ആയപ്പോ സംഗതി എല്ലാം മാറി. പാകിസ്ഥാന്റെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്ന ഏതാണ്ട് $1578 ആയിട്ട് ആണ് ഇപ്പോഴത്തേത്, 2024. പക്ഷെ ഇന്ത്യയുടേത് $2592. അപ്പം ഇന്ത്യ വളരെ മുന്നിലെത്തി. ഏതാണ്ട് $1000 കൂടുതലായി നമ്മുടെ പെർ ക്യാപിറ്റ വാർഷിക വരുമാനം. അപ്പൊ ഇത് ഒരു ഞെട്ടിക്കുന്ന അന്തരം കടന്നു വന്നു രണ്ട് രാജ്യങ്ങളിലേക്ക്. ഈ അന്തരം എങ്ങനെ കടന്നു വന്നു? അത് പാകിസ്ഥാനിലെ വ്യാപകമായ അഴിമതി. ആ അഴിമതി പാകിസ്ഥാന്റെ മുഴുവൻ സമ്പത്തും സൈന്യം എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട്, പക്ഷെ ലോകത്തിൽ ഒരു രാജ്യമുള്ള ഒരേ ഒരു സൈന്യം പാകിസ്ഥാൻ സൈന്യം. അതായത് പാകിസ്ഥാൻ സൈന്യത്തിന് വേണ്ടിയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും ആ രാജ്യത്തെ സംരക്ഷിക്കാനാണ് സൈന്യം. പക്ഷെ സൈന്യത്തിന് സ്വന്തമായിട്ട് അഴിമതി നടത്താനും കാശുണ്ടാക്കാനുമാണ് ഈ രാജ്യം. ഇത് നമ്മൾ തമാശയാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ചെന്നാല് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫിനെ ട്രംപ് വിളിച്ച് ഇതുവരെ ഒരു ഡിന്നർ കൊടുത്തിട്ടില്ല. പക്ഷെ പാകിസ്ഥാൻ സർവ്വസൈന്യാധിപനായ അസീം മുനീറിനെ ട്രംപ് വിളിച്ച് ഡിന്നർ പാർട്ടി കൊടുത്തു. കാരണം എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അധികാരവും ശേഷിയുമുള്ള ആൾ ഇയാളാണ്, മറ്റേയാളല്ല. അത് ലോകം തിരിച്ചറിയുന്നു. അതായത് സൈന്യത്തിന്റെ കയ്യിൽ മാത്രം ഒരു രാജ്യം നിലനിൽക്കുന്നത് ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാനിൽ മാത്രമാണ്. ഈ ഒരു വ്യവസ്ഥയുടെ തകിടം മറിച്ചിലാണ് പാകിസ്ഥാനെ ഈ നിലയിൽ കൊണ്ട് എത്തിച്ചത്. ശരിക്കും നമുക്ക് ഒരു പാഠമാണത്. അഴിമതിയും അതുപോലെ തന്നെ പക്ഷപാതിത്വങ്ങളും ഒക്കെ വളർന്നാൽ ഒരു രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? അത് കൂടുതൽ ദൂരോട്ടൊന്നും നോക്കണ്ട, തൊട്ടടുത്ത രാജ്യത്തോട്ട് നോക്കിയാൽ മതി. അതിനാൽ ഇത്തരം ശക്തികളെ, അഴിമതിക്കാരാവാം, പ്രാദേശികവാദമാകാം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തമ്മിത്തല്ലാവാം, അതെല്ലാം കൂടിക്കഴിഞ്ഞാൽ നമുക്കും പാകിസ്ഥാനാവാം, ലോകത്തിലെ ആർക്കും പാകിസ്ഥാനാവാം, അമേരിക്കയ്ക്കും ആകാം, ചൈനയ്ക്കും ആകാം.
ഇത് പാകിസ്ഥാൻ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ഈ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലികളായ നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാർ കണ്ണു തുറപ്പിക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ റിപ്പോർട്ട്. എന്നാൽ പോലും ഈ റിപ്പോർട്ട് വിശ്വസിക്കാൻ തയ്യാറാവാതെ വീണ്ടും അടുത്ത ന്യായം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. അത് പാകിസ്ഥാന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം എങ്ങനെ കാണുമെന്നുള്ളത് പാകിസ്ഥാൻ തന്നെ കണ്ടുപിടിക്കട്ടെ. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ അവരും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വിവരങ്ങളും വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം. നന്ദി സർ.